അണ്ണാ ഇന്ന് പുഷ്പാറ്റു ഇറങ്ങണല്ലേ, എങ്ങനെയാ ഇന്ന് പൊളിക്കൂല നമ്മള്? പിന്നെ പൊളിക്കും. കാരണം 1 മാസമാണല്ലോ. അപ്പൊ ഈ 2 ത്രിബിൾ മാസമാണല്ലോ പ്രതീക്ഷയായിട്ട് ഞാൻ വന്നത്. കാരണം സാധാരണത്തെ പോലെ രാവിലെ ട്രെയിൻ വന്നപ്പോ ഗേറ്റ് തുറക്കുമ്പോ ഞാൻ വന്ന് ഇതെന്തെങ്കിലും നമ്മളെ സൂര്യര പടം പോലെ ആവില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ കുപ്പായി ഉരുട്ട് ഓടും. ഇത് മിക്കവാറും കിടക്കിയാച്ചാവും. കാരണം ഇപ്രാവശ്യം ഇത് അല്ലുണ്ട് വലിയ ഫാൻ തന്നെയാണ്. കാരണം അല്ലുണ്ട് എല്ലാ പടം കാണാറുണ്ട്. ഇപ്രാവശ്യം ഇത് ഈ കൊല്ലം ഇത് കയറും, ഭയങ്കര മേലേക്ക് കയറും. കാരണം ഒരു രക്ഷയില്ല. കാരണം പിന്നെ അല്ലാണല്ലോ. ഇപ്പൊ അല്ലുന്റെ ഫിലിം പോക്കാണെങ്കിലും ഈ ഡാൻസ്, ഫൈറ്റ് അത് വേറെ ലെവലാ. കണ്ടിരിക്കുക അതൊക്കെ അങ്ങനെ തന്നെ. അത് അതിന്റെ സംശയം വേണ്ട. ഇപ്രാവശ്യം ഇത് 100-100 മേലെ കിടക്കും. ഇത് തള്ളാൻ വേണ്ടി പറയല്ല, ഇത് ബാക്കിയുള്ള ഇത് കണ്ടിട്ട് പറയാ പൊളിക്കും. മൂത്രം ഇവിടെ ഇപ്പൊ നടക്കണ്ടേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മൂത്രനും ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം മൂത്രേശം ഞാൻ ഇടിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് അല്ലുവിന്റെ പടാണ്, വിജയയുടെ പടല്ല. തങ്കറ് മൂത്രച്ചില്ല. ഇല്ല, അത് പിന്നെ ഞാൻ പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്രാവശ്യം നിർത്തില്ല, മാറിക്കാൻ പറഞ്ഞു. അപ്പൊ ഇപ്രാവശ്യം നമ്മളെ അല്ലു അർജുന്റെ പുഷ്പ 2 അത് വേറെ ലെവലായിരിക്കും. അതിൽ സംശയം വേണ്ട. കാരണം അത് കിടക്കും, ഫിലിം അടക്കം കിടക്കും. അല്ലു മാത്രല്ല, പിന്നെ ഫഹദ് അതിനും പറയണ്ടല്ലോ. ഫഹദ് ഇപ്പൊ തമിഴില് സ്റ്റാൻഡിങ് ആവുന്നു. അത് ഇപ്രാവശ്യം എന്തായാലും ഞാൻ കൂടുതലും പറയുന്നില്ല. കാരണം ഇനിയിപ്പോ കണ്ടിട്ട് പറയാ ഇപ്രാവശ്യം ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ഇത് പൊളിച്ചെടുക്കും. മാസ് അത് തന്നെ കറക്റ്റ്. അത് തന്നെ തക്കതല്ലേ. അത് പുഷ്പരെ കുറിച്ചാണ്. അല്ലു അർജുൻ റിലീസായി, നല്ല പോട്ടാണ് എല്ലായിടത്തും. നാഷണൽ അവാർഡൊക്കെ വാങ്ങിയ ഒരാളാണല്ലോ ആദ്യമായിട്ട്. അതെ, ബസ്സിൽ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ നമ്മളെ ആരെയും നിരാശപ്പെടുത്തില്ല എന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും പിന്നെ ഫഹദ് ഫാസിലിനെ പോയി ഇന്നലെ മിനിയാന്ന് ഞാൻ പോയി കണ്ടു. അവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു വയനാട്, ഞാൻ പോയി കണ്ടു. എന്തായാലും നല്ല ഒരു പെർഫോമൻസ് ആയിരിക്കും ഫഹദിന്റെ അടുത്തും അല്ലു അർജുനും നമുക്ക് കിട്ടാനുള്ളത്. ഹലോ, ചെക്ക് എല്ലാവരും നല്ല ആവശ്യത്തിലാണ്. നമസ്കാരം ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോർമൽ സാധാരണ പോലത്തെ നമ്മുടെ മാച്ച് ഡേ വ്ലോഗ് അങ്ങനെയൊന്നുമില്ല, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇന്ന് നമ്മുടെ പുഷ്പ ദി റൂൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ആ മൂവിയുടെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇന്ന് അറിയാൻ പോകുന്നത്. എൻ്റെ ഒപ്പീനിയനും നമ്മുടെ പ്രേക്ഷകരുടെ ഒപ്പീനിയനും ഇന്നറിയാം. ബാക്കിയുള്ള ഒപ്പീനിയൻസ് നിങ്ങൾക്ക്, അവരുടെയൊക്കെ ഒപ്പീനിയൻസ് നിങ്ങൾ കണ്ടതല്ലേ. എല്ലാവരും അമിതാവേശത്തിലാണ്. അമിതാവേശം എന്തായാലും അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ, വിജയിക്കട്ടെ. പുഷ്പ വിജയിക്കുന്നതാണ് 100% നമ്മുടെ വിശ്വാസം. കാരണം പുഷ്പ 1 അത്രയ്ക്കും നല്ലൊരു മികച്ചൊരു മൂവിയായിരുന്നു. അതേപോലെ പുഷ്പ 2 മികച്ച മൂവിയാവും നമുക്ക് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നോക്കാം. ലച്ചി മൂത്രമാണ് എന്താ ഇന്നെങ്ങനെയാണ് മൂത്രമൊഴിക്കൂ? ഇന്ന് മൂത്രം ഒഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഭയങ്കര ഫയറാന്ന് തോന്നുന്നു പടം. കാരണം ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര ക്രിസ്മസ് പൊളിക്ക്. പറയാം അല്ലേ.
എന്ന് തന്നെ പറയാം. എന്റെ വിശ്വാസം അതാണ്. പക്ഷെ ഇത് എത്രത്തോളം സക്സസ് ആവുന്ന തിയേറ്ററിൽ നമ്മൾ കാണണം. കാരണം കങ്കുവ നമ്മുടെ ഒരു മുന്നിലുണ്ട്, ഒരു ചോദ്യമായിട്ട് ഇരിപ്പുണ്ട്. പക്ഷെ ഇത് പുഷ്പ കാരണം ഇത് കളർഫുൾ പടമാണ്. ഇത് പക്ക കളർഫുൾ ആണ് പടം. കാരണം ഏറ്റവും എൻജോയ്മെന്റ് ആയിട്ടുള്ള സിനിമയായിരിക്കും ഇത്. ഡാൻസ് അതൊക്കെ ഫിലിം പോക്കാണെങ്കിലും ഈ ഡാൻസ് ഫൈറ്റ് പൊളിക്കും. ഇത് 1000 കോടി അടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം പുഷ്പ 1 എന്ന് പറയുമ്പോൾ വിജയിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം പുഷ്പ 2 എന്ന് പറയുമ്പോൾ ഇതൊരു സീരിയസ് ആയിട്ട് ആൾക്കാർ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കാരണം ഇത് നമ്മൾ വേൾഡ് സിനിമകളാണ് നമ്മൾ കണ്ടിട്ടുള്ള ബോണ്ടിന്റെ ഒക്കെ സിനിമകൾ പോലെ നമ്മൾ കാത്തിരിക്കുന്ന എക്സ്പെക്ട് ചെയ്തിട്ടുള്ള അങ്ങനെ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു സിനിമ ആയിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അല്ലു അർജുൻ എന്ന് പറയുന്ന ഒരു നടൻ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം അദ്ദേഹത്തിന്റെ ആക്ഷൻ സീൻസ് ആണെങ്കിലും അഭിനയമാണെങ്കിലും തെലുങ്ക് സിനിമകളെ വെച്ച് അപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ആക്ടറാണ്. 100% നല്ലൊരു ആക്ടറാണ്. അതായത് നമുക്കൊരു മലയാളി ടച്ചും ഉണ്ട് പുള്ളിക്ക്. അത് ശരിയാണ്, മലയാളി ടച്ച് മലയാളികൾക്ക് വേണ്ടി തന്നെ ഒരു സോങ് സോങ്ങും മലയാളത്തിലാണ് പാട്ട്. പിന്നെ നമ്മുടെ മലയാളത്തിന്റെ എക്കാലത്തെ നല്ല പ്രിയപ്പെട്ട ഇപ്പൊ ഏറ്റവും നല്ല ന്യൂജൻ അഭിനേതാവിലെ ഏറ്റവും ബ്രില്യന്റ് ആയിട്ട് ചെയ്യുന്ന ഭഗത് ഫാസിൽ എന്ന് പറഞ്ഞ പപ്പ എന്ന് പറയുന്ന നമ്മുടെ അഭിമാനമായിട്ടുള്ള പുള്ളി മലയാളികളുടെ അഭിമാനം. ഇനിയിപ്പം പുള്ളി നേരെ ബോളിവുഡിലേക്ക് പോവുകയാണ്. പുള്ളിക്ക് എൻട്രി കിട്ടിയിട്ടുണ്ട് ബോളിവുഡിൽ. അത് കഴിഞ്ഞ പുള്ളി ഹോളിവുഡിലേക്കും കൂടെ പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം അത്ര നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള നടനാണ്. മലയാളത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടന്മാരിൽ ഭഗത് ഫാസിൽ, പൃഥ്വിരാജ്. 2ാം സ്ഥാനമാണ് പൃഥ്വിരാജ്. 1ാം സ്ഥാനം ഭഗത് ഫാസിൽ തന്നെയാണ്. 2ാം സ്ഥാനം പൃഥ്വിരാജ്. 3ാം സ്ഥാനം ആസിഫ് അലി. 4ാം സ്ഥാനം ഇങ്ങനെ ദുൽഖർ. ഇങ്ങനെ കടന്ന് തകർക്കും. സൂപ്പർ ആയിരിക്കും. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കണ്ടിരിക്കുകയാണ്. രക്ഷയില്ല, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പറഞ്ഞ സ്പോയിലറാവും. അപ്പോൾ അത്ര ലെവലാണ്. മസ്റ്റായിട്ട് വരിക, കാണുക. ഇനിയിപ്പോൾ സെക്കൻഡ് ഹാഫിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. കറച്ചിലൊക്കെ വന്ന് കുഴപ്പമില്ല. ഫസ്റ്റ് ഒക്കെ ലാസ്റ്റ് ഒന്ന് വണ്ടി വന്ന് നിർത്തിയ പോലെ ആയി. 3 പേരുണ്ടല്ലോ, 3 വന്നാൽ കിടക്കും എന്ന് വിചാരിക്കുന്നു. പൊളിയായിരുന്നു. എന്നാ പറയാന്നറിയില്ല. അമേസിങ്, സ്റ്റണ്ണിങ്. എന്താ പറയാ, ഒരു സ്റ്റാർട്ടിങ് എൻട്രി തന്നെ ഒരു മാസ് എൻട്രി ആയിരുന്നു. അതിനുശേഷം ഫഹദ് പിന്നെ പറയാനില്ല. എന്താ പറയാ, ഓരോ ക്യാരക്ടറും ഓരോ സിനിമയിലും ഫഹദ് എന്ന് പറയുന്നത് പ്രത്യേക ഒരു ക്യാരക്ടറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അല്ലു, യു ആർ അമേസിങ്. എനിക്ക് പറയാൻ അറിയുന്നില്ല എന്തൊക്കെയാ പറയേണ്ടത്. ലിറ്ററലി ഇറ്റ് വാസ് ഓസം. ടോട്ടൽ ഒരു പാക്കേജ് ആണ് ഈ മൂവി എന്ന് പറയുന്നത്. ഹോൾ ക്രൂവിനെ, എൻറ്റയർ ക്രൂ, യു ആർ ലിറ്ററലി എന്താ പറയുക, യു റോക്ക് ദ മൂവി. പടം ഒരു രക്ഷയില്ല. എന്ന് വെച്ചാല് 4 മണിക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. അതായത് 4 മണിക്ക് വനിതാ തിയേറ്ററിൽ 4 മണിക്ക് ഈ 4 തിയേറ്ററും ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ആ നടന്റെ ആ ഒരു പവർ ഒന്നും മനസ്സിലാക്കാൻ തന്നെയാണ്. ബിക്കോസ് ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് ഒരാഴ്ചയായി. ടിക്കറ്റ് എടുത്ത് വെച്ചിട്ട് ബുക്ക് മൈ ഷോയില് ടിക്കറ്റ് എടുത്ത് വെച്ചിട്ട് ഒരാഴ്ചയായി. ഈ ഒരാഴ്ച കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഈ ഒരു സിനിമക്ക് വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ആ ഒരു നടന്റെ ആ ഒരു പ്രസൻസ് ആ തിയേറ്ററിൽ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഇത് ഒരു പവർ പാക്ക് എന്ന് തന്നെ പറയാം. ഔട്ട്സ്റ്റാൻഡിംഗ് മൂവി എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിംഗ് മൂവി. ഞാൻ ഒരാഴ്ച ആയിട്ട് തിയേറ്ററിൽ ഈ ഒരു പടത്തിന് വേണ്ടിയിട്ട് ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. പവർ പാക്ക് എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ബിക്കോസ് ഇതില് രശ്മിക, അല്ലു അർജുൻ, പിന്നെ ഇതില് ഫഹദിന്റെ ഒക്കെ ഫസ്റ്റ് ആ ഒരു ഇൻട്രോ ഉണ്ട്. ഫഹദിന്റെ ആ ഒരു ഇൻട്രോ തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഒരു രക്ഷയില്ല. പടം ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ പവർ പാക്ക് ആണ്. പവർ പാക്ക് സിനിമയാണ്. ഫയർ എന്റർടൈൻമെന്റ് സിനിമയാണ്. ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് അല്ലു അർജുന് ഫഹദ് ഫാസിലും ഗംഭീരമായിട്ട് ആറാടി സിനിമ. ഗംഭീരം. അടിപൊളി. അല്ലു അർജുൻ സൂപ്പർ പെർഫോമൻസ്. ഫഹദ് ഫാസിൽ അടിപൊളിയായിട്ട് അഭിനയിച്ചു. പിന്നെ അതുപോലെ 3ാം ഭാഗം വരുന്നുണ്ട്. അതിനകത്ത് കാത്തിരിക്കുകയാണ്. അടിപൊളി സിനിമ. പടം ഇതിനെക്കാളും നല്ല സന്തോഷമായിട്ട് പടം. 10 പൈസ ഇല്ല എന്ന് പറയാം. ഫഹദ് ഫാസിൽ പൊളി, ഒരു രക്ഷയില്ല. പടം പൊട്ടി. ഇത് മാത്രമേ സന്തോഷമായിട്ട് പടം കാണുന്നുള്ളൂ. ഓക്കെ, തീയാണ് കോമഡി. നമ്മുടെ ഞാൻ ഇനി 3-4 ദിവസം കഴിയുമ്പോഴേ മലയ്ക്ക് വന്നിരിക്കുക. പക്ഷെ നമ്മുടെ ശ്രീലീലയുടെ ആ ഡാൻസ് കണ്ടപ്പോ 1-1.5 ഡാൻസ് ആയിരുന്നു. രോമാഞ്ചം കൊണ്ട്
പുറകിലായി ഓടിച്ചടിച്ചു പോയി. പിന്നെ നമ്മുടെ ആ ക്ലൈമാക്സ് എടുക്കുമ്പോൾ നമ്മുടെ അല്ലുഫായുടെ ഒരു 1.5 ഫൈറ്റ് ഉണ്ട്. അത് ഒന്നും പറയാനില്ല. ആ ഒരു കോലവറി മാസമായിട്ട് തന്നെ ഒരു വെറൈറ്റി ആയിട്ട് അതൊക്കെ നിങ്ങൾ കണ്ടാലേ മനസ്സിലാവും. രോമാഞ്ചം കൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാതെ ഈ കിംബോ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒറ്റ നോട്ടം കൈയടിച്ച് ഓടിച്ച് മാറി. പാർട്ട് 3ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് ഈ കിംബോയി. ഒന്നും പറയാനില്ല. പറഞ്ഞടിക്കല്ല, ഫാസിലെ പുള്ളിയായിട്ടുള്ള അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അത് കൊള്ളാം. പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പാർട്ട് 3ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. അതാണ് ഒന്നും പറയാനില്ല. ഐറ്റം ചാടി അടിക്കും, കമഴ്ത്തി അടിക്കും, പറന്നടിക്കും, ഇടിക്കും, ചേർത്തടിക്കും, മലർത്തി അടിക്കും. എല്ലാവിധ ഐറ്റം അടികളും എല്ലാവിധ റൊമാൻസ് സീനുകളും നമ്മുടെ രാഷ്മിയ മന്ദാന കൊള്ളാം. മികച്ച രീതിയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് ഇഷ്ടമായി. അല്ല, ഇതാണ് നമ്മുടെ സാധനം. ഇതാണ് നമ്മുടെ സാധനം. തക്കതല്ല, ഇതാണ് നമ്മുടെ സാധനം. താഴത്തില്ലടാ പുഷ്പ, താഴത്തില്ല. ഇതുകൊണ്ടാണ് പുഷ്പയുടെ കളി തുടങ്ങിയത്. ആ രക്തചന്ദനം വെട്ടുടങ്ങി. രക്തചന്ദനം വെട്ടുടങ്ങിയത് ഇതുകൊണ്ടാണ് പുള്ളിയുടെ കളി തുടങ്ങിയത്. പുള്ളി എന്ന് വെച്ചാൽ ഒരു സൂപ്പർ കളിയാകാനായിട്ട് തുടങ്ങിയത്. ഇപ്പൊ പാർട്ട് 2-നൊപ്പം പാർട്ട് 3യും വെയിറ്റിംഗ് ആണ്. ഇതുകൊണ്ട് എത്ര ചന്ദനങ്ങൾ പുള്ളി വെട്ടി മാറ്റിയെന്നറിയുമോ? അതുപോലെ പുള്ളി കോടീശ്വരനായി. നമ്മുടെ പുഷ്പരാജ് കോടീശ്വരനായത് ഈ ഒരു മഴു കൊണ്ടാണ്. ഈ ഒരു മഴു രക്തചന്ദനം വെട്ടിയ ഈ ഒരു മഴു പുഷ്പ ഇങ്ങനെ വെച്ചിട്ട് ഒരിക്കലും താഴത്തില്ല, ഒരിക്കലും താഴത്തില്ല. അതല്ലേ చాలా బాగుంది, చాలా బాగుంది మూవీ. చాలా మంచి చేస్తా, సుకుమార్ చాలా మంచి చేస్తా. నాకు చాలా ఇష్టం. నేను వస్తున్నాడు, తరువాత వస్తున్నాడు. పుష్పత్రి చూడండి, తెలుసు. ഓക്കെ. പുഷ്പ 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 നമ്മുടെ പുഷ്പ അല്ലു അർജുന്റെ പുഷ്പ ഡിസംബർ 5 പുഷ്പട. ഓക്കെ. മൂന്നാം ഭാഗം വരുന്നുണ്ട്. വെയിറ്റിംഗ്. ഈ പടം കണ്ട് ഇഷ്ടപ്പെട്ടോ? ഫസ്റ്റ് ഹാഫിനേക്കാളും സെക്കൻഡ് ഹാഫിനേക്കാളും മികച്ച ഫസ്റ്റ് ഹാഫാ. ഫൈറ്റ് കണ്ടിട്ട് പേടിച്ചു മച്ചാനെ, ഫൈറ്റ് കണ്ടിട്ട് പേടിച്ചു. അതിനെ കുറിച്ച് എവിടെ ഇവനാ ഫൈറ്റിന്റെ സമയത്ത് ഉറങ്ങുക? എന്താണ് ഫൈറ്റിന്റെ സമയത്ത് അവര് ഉറക്കണ്ടിക്കരുത്. കണ്ണുവയ്ക്ക് എപ്പോഴും കണ്ണാടി വെച്ചിങ്ങനെ ഉറക്കം. അല്ലു അർജുൻ ഫാൻസ് ഇഷ്ടപ്പെടുന്ന രീതി തന്നെയാണ് പടം. ലോജിക്ക് പ്രശ്നം ഭയങ്കരമായിട്ട് കടിക്കേണ്ട. അത് പ്രേക്ഷകര് കണ്ടിട്ട് അവര് പറയട്ടെ. ഞാൻ എന്റെ ഒപ്പീനിയൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കാരണം പടം ഹിറ്റാവും, അത് ഉറപ്പാണ്. കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് 2000 കോടിയൊന്നുമില്ല. ഇതൊരു 600-700 കോടിക്കകത്ത് തീരാനുള്ള കേസേ ഉള്ളൂ. അത്രേ ഉള്ളൂ. കാരണം പുഷ്പ 3യിലേക്ക് നമുക്ക് കാണാൻ വെയിറ്റിംഗ് ആണ്. പക്ഷെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫഹദ് ഫാസിൽ ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ഫഹദ് ഫാസിന്റെ കൂടെ അല്ലു അർജുൻ പിടിച്ചു നിൽക്കാൻ പെടുന്ന പാട് ഭയങ്കരം തന്നെയാണ്. കഷ്ടപ്പെടുകയാണ്. കാരണം അത്രയും പവർഫുൾ ക്യാരക്ടറാണ് ഫഹദ് ഫാസിൽ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ രശ്മിക മന്ദാന അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അഭിനയമൊക്കെ സൂപ്പറാണ്. എല്ലാവരും ജഗപതി ബാബു ഒക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ലോജിക്ക് പ്രശ്നം ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. അത് നിങ്ങളെ സിനിമ തിയേറ്ററിൽ കാണണം. പക്ഷെ അത് ഒരു ഫുൾട്ടായിട്ട് ഞാൻ പറയണില്ല. പക്ഷെ 100-400 കോടി രൂപ നമ്മൾ മുതൽ മുടക്കി ഒരു സിനിമ എടുക്കുമ്പോൾ ആ ലോജിക്ക് പ്രശ്നങ്ങൾ കാലഘട്ടം ചെയ്തതിലാണ് ഞാൻ പറയുന്നത്. കാലഘട്ടം ചെയ്തതിൽ കുറച്ച് ടൂൾസുകൾ ഉപയോഗിച്ചതിനകത്ത് ലോജിക്ക് പ്രശ്നമുണ്ട്. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ മറ്റു കുഴപ്പങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. സിനിമ അടിപൊളിയായിട്ട് എല്ലാ തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടും. അല്ലു അർജുൻ ഫാൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ മാസും ക്ലാസും എല്ലാം കൂടെ ഭയങ്കര സ്കോറിങ്ങും അതുപോലെ തന്നെ ഇതിന്റെ മ്യൂസിക് ചെയ്തേക്കുന്ന ക്യാമറ ചെയ്തേക്കുന്ന കളർഫുൾ പടമാണ്. അടിപൊളി പടം, ഒരു രക്ഷയില്ല. ഈ ലോജിക്ക് പ്രശ്നം ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. അടിപൊളി, ഒരു രക്ഷയില്ല. അർജുൻ ഫഹദ് ആ ഒരു കോംബോയും ഒട്ടും വർക്ക്ഔട്ട് ആയിട്ടില്ല. ആസ് എ സിനിമ ഇതൊരു ഫെയിലർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്.
അതായത് നമുക്ക് എല്ലാവർക്കും പണ്ട് മുതലേ അണ്ടർ ഡോഗ് സ്റ്റോറി വളരെ ഇഷ്ടമാണ്. ഒരു താഴെക്കിടയിൽ നിന്ന് വന്നിട്ട് ഒരു റിച്ച് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് എത്തുന്ന സ്റ്റോറി നമുക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് പാർട്ട് വിജയിച്ചത്. പക്ഷെ ഈ സെക്കൻഡില് ഇയാൾ പെട്ടെന്ന് അങ്ങോട്ട് റിച്ചായി ഇന്റർനാഷണൽ ലെവലിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ നമുക്കൊട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മള് ഫസ്റ്റ് പാർട്ടി കണ്ട പുഷ്പല്ല ഇത് ടോട്ടലി റിച്ച് ആയിട്ടുള്ള വേറൊരു KGF പോലെയൊക്കെ പിടിക്കാൻ നോക്കിയതൊക്കെ ആയിരിക്കാം. പക്ഷെ അതെല്ലാം കയ്യിൽ പോയിട്ടുണ്ട്. അത് കാലാണയോ അരാണയോ ആണെങ്കിലും അത് കിട്ടാൻ വേണ്ടി 7 കടലും 7 മലയും കടക്കേണ്ടി വന്നാലും അവിടെ എത്തുക എന്നതാണ് പുഷ്പയുടെ പോളിസി. പുഷ്പന്റെ ഫ്ലവർ കാത് വൈൽഡ് ഫയർ. പുഷ്പ നാഷണൽ ആണെന്ന് കഴിക്കും, ഇന്റർനാഷണൽ അസൽ തക്കിയത്തിന്റെ. പുഷ്പ ഒരു പേരല്ല, ഒരു ബ്രാൻഡാണ്. കൊമ്പോ എനിക്ക് വളരെ ഇഷ്ടമായിട്ടാ. പക്ഷെ ലോജിക്കലി നോക്കുമ്പോ ഒരു പോരായ്മ എനിക്ക് തോന്നി. എന്നാലും എല്ലാവർക്കും പല അഭിപ്രായങ്ങളാണ്. പക്ഷെ പടം മോശമല്ലെന്നല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞത്. പടം വേറെ ലെവലാണ്. നിങ്ങളെല്ലാവരും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും വന്നിരുന്ന് കാണേണ്ട മസ്റ്റ് വാച്ചബിൾ മൂവിയാണിത്. പുഷ്പ 2 ദി റൂൾ. എന്തായാലും നല്ലൊരു അഭിപ്രായമാണ്. പക്ഷെ കൺകുവ പോലെ ആയില്ല ഇത്. പ്രത്യേകിച്ച് ഒരു അല്ലു അർജുൻ്റെ അഭിനയം, നമ്മുടെ ഫാഫ മലയാളികളുടെ അഭിമാനം, അയ്യോ വേറെ ലെവൽ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ്. എന്തായാലും എല്ലാവരും അടിച്ചു പൊളിച്ചിട്ടുണ്ട്. കിഡ്ലം മൂവി എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ നിങ്ങൾ വന്ന് കാണുക. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വ്ലോഗായിട്ട് വരുന്നവരായിരിക്കും. ബൈ ഗൈസ്, സിയ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.